കോട്ടയത്തേക്ക് പോകാം. ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കോട്ടയത്തെ മഴയുടെ ഒരു സാഹചര്യം? മഴ തുടരുകയാണ് ആര്യ. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഉണ്ടായിരുന്നില്ല. മഴ ഇങ്ങനെ ചെറുതായി ചാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഏതാണ്ട് പുലർച്ചയോടുകൂടി വീണ്ടും മഴ ശക്തിപ്പെടുന്ന നിലയാണ് ഉള്ളത്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആകെ ആശ്വാസമുള്ളത് ഈ മീനച്ചിലാറ്റിലൊക്കെ അപകട നിലയ്ക്ക് മുകളിലേക്ക് വെള്ളമുള്ളത് ഈ താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് ഈ കോട്ടയം നഗരത്തോട് ചേർന്നിട്ടുള്ള ആ പ്രദേശങ്ങളിലൊക്കെയാണ്. ഈ പാലാ ഈരാറ്റുപേട്ട പോലെ സാധാരണ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ അത് ഇവിടെ കയറിയില്ല. ഒരു 5 ദിവസം മുൻപ് പെയ്ത മഴയിൽ അവിടെ വെള്ളം കയറിയിരുന്നു. പക്ഷെ ആ വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകി താഴേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ദുരിതം തുടരുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലാണ്. ഈ കോട്ടയത്തിന്റെ നഗരത്തിന് പടിഞ്ഞാറുള്ള വിവിധ പഞ്ചായത്തുകളിലാണ്. ഐമനം, തിരുവാർപ്പ, കുമരകം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അപകട നിലയിലാണ് വെള്ളമുള്ളത്. ഇന്നലെയൊക്കെ കണ്ടതുപോലെയുള്ള സമാനമായ കാഴ്ച തന്നെയാണ് ഇവിടെ തുടരുന്നത്. ഇന്നലെ 2 പേർ ഈ കൊല്ലാട് ഈ മീൻ പിടിക്കാൻ പോയ 2 പേർ മരിച്ച ഒരു ദാരുണ സംഭവമാണ് ഇന്നലെ ഒരു പ്രധാന വലിയ ഒരു ദുരന്തമായി മാറിയത്. ഇപ്പുറത്ത് ഒരാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതായത് കിണറ്റിൽ വീണ ഒരു 24 വയസ്സുകാരി കിണറിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. തെന്നി വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പക്ഷെ കയറിൽ പിടിച്ച് കിടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതാണ്ട് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കോട്ടയത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇവരെ വടത്തിൽ കെട്ടി കരയിലേക്ക് എത്തിക്കുന്നു. ഈ ട്രീസ എന്ന യുവതിയാണ്, വിജയപുരം പഞ്ചായത്തിലാണ് ഉള്ളത്. ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദുരിത പെയ്ത്ത് എന്ന് തന്നെ പറയാം. ഇന്ന് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും ജനങ്ങളെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ ഉരുൾപൊട്ടലാണ് കോട്ടയത്ത് പലപ്പോഴും വലിയ ദുരന്തമായി മാറാറുള്ളത്. കൂട്ടിക്കലും ഇളങ്കാടും ഒക്കെ വലിയ ജാഗ്രത നിലനിൽക്കുകയാണ്. ഇപ്പുറത്ത് ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല, പൂഞ്ഞാറിന്റെ മേഖല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും വലിയ ജാഗ്രത തുടരുകയാണ്. തീർച്ചയായും കോട്ടയത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും ദുരിതപ്പെയ്ത്ത് തുടരുകയാണ് എന്നുള്ളതാണ് ശ്രീജിത്ത് പറയുന്നത്. എന്തായാലും മലയോര മേഖലകളിലെയൊക്കെ അതീവ ജാഗ്രത തുടരുന്നു. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായതാണ്. എന്തായാലും ആ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്തെ മലയോര മേഖലയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മനോജ് അപ്പുക്കുട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനോജ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മലയോര മേഖലയിലേക്ക് ഒരു സാഹചര്യം? വെരി ഗുഡ് മോർണിംഗ്. കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ പകലും രാത്രിയും തോരാതെ മഴ ഉണ്ടായിരുന്നു. കല്ലട ആറ്റിലേക്കുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലട ആറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ചെറുതോടുകളും വയലുകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു. മുക്കടവ് ആറ്റിൽ അതിശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. മുക്കടവ് തടയണയും അപകടകരമായ നിലയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലായി ഏകദേശം 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 12ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റിൽ വൻ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുത ബന്ധം തകരാറിലാവുന്നത് പതിവായിരിക്കുകയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. പുന്നല കടശ്ശേരിയിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. പുന്നല കടശ്ശേരിയിൽ 3 ദിവസമായി വൈദ്യുത ലൈൻ പൊട്ടി വീണു. ഇതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 മാസം പ്രായമുള്ള ഒരു കറവ പശു വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. കൊല്ലം തിരുമംഗലം ദേശീയ പാതയിൽ ആര്യങ്കാവ്, ഇടമൺ, വെള്ളിമല ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഗതാഗതത്തിനെ അത് സാരമായി ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഗതാഗതത്തിന്റെ സമയക്ലിപ്തതയെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി കപ്പുകുഞ്ചേരിയിൽ വെറ്റില കൃഷി ഉൾപ്പെടെയുള്ള വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അഞ്ചൽ, അലൈമൺ, കുളത്തൂപ്പുഴ മേഖലകളിൽ ശക്തമായ കാറ്റും കൃഷിനാശവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന മലനിരകളിൽ ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ തെന്മല പരപ്പാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം ശക്തമായ മഴയുണ്ട്. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാം തുറക്കേണ്ട സാഹചര്യവും വരും. പത്തനാപുരം, വിളക്കുടി താലൂക്കുകളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചതുപോലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അവിടെ കുറച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതൊക്കെയാണ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നുള്ള
കാര്യങ്ങൾ. കൊല്ലത്തെ കിഴക്കൻ മലയോര മേഖലയിലെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് മനോജ് അപ്പുക്കുട്ടൻ പങ്കുവച്ചത്. എന്തായാലും അവിടെയും അതിശക്തമായ മഴയും കാറ്റുമൊക്കെ തുടരുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും നമുക്ക് നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ കാസർഗോഡ് അടക്കം KV ബൈജു സൂചിപ്പിച്ചതുപോലെ റെഡ് അലേർട്ടിന് സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ശക്തമായ മഴ എല്ലായിടത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 10 മണിയോട് കൂടിയിട്ടൊക്കെയാണ് പുതിയ അലേർട്ടുകൾ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ യെല്ലോ അലേർട്ട് എന്നുള്ളതൊക്കെ മാറാനുള്ളൊരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അവധിയുള്ളത്. പക്ഷേ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കൊല്ലം അഞ്ചൽ മേഖലയിൽ മഴയിലും കാറ്റിലും കനത്ത നാശമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഴ, റബ്ബർ കൃഷിയൊക്കെ വ്യാപകമായി നശിച്ചിട്ടുണ്ട്. ഏറം വായനശാല ജംഗ്ഷനിൽ 50ഓളം വാഴകൾ നിലംപൊത്തി. കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അഞ്ചൽ, അറക്കൽ, അയലമൺ, എരൂർ, ചെണ്ണപ്പേട്ട, ഇടമുളയ്ക്കൽ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 10 മണിയായപ്പോഴത്തേക്കാണ് ഭയങ്കര സൗണ്ടോടെ വീഴുമായിരുന്നു. 2 പോസ്റ്റും ഈ മരവും വീഴുമായിരുന്നു. ഇവിടെ എല്ലാം കുട്ടികളുള്ളതാണ്, എല്ലാവർക്കും കുട്ടികളുള്ളതാണ്. ഒന്നും അപകടം പറ്റാത്തത് ഭാഗ്യം. മരമായിരുന്നു. ഇന്നലത്തെ പ്രതീക്ഷോഭത്തിൽ കാറ്റിലും മഴയത്തും ആഞ്ഞിലി മരം പിടിച്ചു വീണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് വീണ് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്.